ദൈവമായ പൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നിടമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹത്തോടെ കണ്ടിടുവാൻ തോന്നിടമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. ഓട്സ് പറയണോടാ? പറയടാ, ടൈമുണ്ടല്ലോ, മാം വരുന്നു. Education is not just about going to school and getting a degree. It's about widening your knowledge and absorbing the truth about life. Shakuntala Devi. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Okay. Good morning. Okay, നിങ്ങളുടെ prayer എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു, ma'am. കഴിഞ്ഞു, ma'am. Okay. I missed it. Okay, ക്ലാസ്സിലായിരുന്നു. One second. Okay, so we can start. നമ്മൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിരുന്നു. ഈവൻ സ്കൂളിൽ മാത്രമല്ല, വീട്ടിലും നമുക്ക് ആ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യാം. Okay. For us and for others too. Yes, so who is going to lead the class? Yes. പോർഷൻ തീർന്നില്ലെങ്കിൽ നൈറ്റിൽ ക്ലാസ്സിൽ അതുവരെ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിരുന്നോ? തീരില്ല.
ഓക്കെ, സോ 7:30 ഓൺവേർഡ്സ് ആണ് വിചാരിക്കുന്നത്. ഇപ്പൊ എങ്ങനെ എടുക്കണോ അതിനനുസരിച്ച് നമുക്ക് നൈറ്റിൽ ചിലപ്പോൾ 1 hour മതിയാവുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മൺഡേ ആണ് നിങ്ങളുടെ ടേം 2 എക്സാമിനേഷൻ ആൻഡ് 15th മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ബാച്ചിനും മെയിൻ എക്സാമിന് മുമ്പ് ഞാനൊരു റിഫ്രഷിംഗ് സെഷൻ നൈറ്റിൽ കൊടുക്കാറുണ്ട്. അത് ഏത് ഡേ വേണം എന്ന് പറയൂ, അതർ ദാൻ സാറ്റർഡേ. സാറ്റർഡേ എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ 10th എന്നുള്ളൊരു ഡേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, 10th എക്സാമിന് ഒരു 5 days മുമ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് 10th എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡേറ്റ് ആണ് കൺവീനിയന്റ് എങ്കിൽ ആലോചിച്ചു എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് പറയൂ. ഓൺലി ഡിസ്കഷൻ, നോ കോൺഫ്ലിക്ട്സ്. സോ നമ്മള് എവിടെയായിരുന്നു? ഫണ്ടമെന്റൽ ലെസൺസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഈവൻ ദോ ഇറ്റ്സ് അബൌട്ട് മോണ്ടിസോറി മെറ്റീരിയൽസ് ആണെങ്കിലും മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചും ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഫണ്ടമെന്റൽ ലെസൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് വിൽ ബി അമേസിങ്. ഓക്കെ, so it is like simplicity, brevity and objectivity. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും ചുരുക്ക രൂപം. കാരണം കൂടുതൽ കേൾക്കാനൊന്നും ആർക്കും ഇപ്പൊ സമയമില്ലല്ലോ. നോക്കി, ഞാൻ നിങ്ങളുടെ എന്താ പറയാ മാഗസീന്റെ സോഫ്റ്റ് കോപ്പി കണ്ടിരുന്നു. ഇറ്റ്സ് വെരി നൈസ്. ഇനി ഇരുന്നൊന്നും എല്ലാം വായിച്ചു നോക്കണം. കുറെയൊക്കെ ഞാൻ ഇങ്ങനെ ഓടിച്ച് വായിച്ചു നോക്കി. ആൻഡ് ലെറ്റ് മി സീ, ഞാൻ പലതവണ മോണ്ടിസോറി എന്നുള്ള അതിന്റെ സ്പെല്ലിംഗ് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ബട്ട് ഫൈനലി ഓൾസോ സ്പെല്ലിങ്ങില് പ്രശ്നമുണ്ട്. ഓക്കെ, സോ ആരെങ്കിലും റെഡി ആണോ ക്ലാസ് ലീഡ് ചെയ്യാൻ? ഇല്ലെങ്കിൽ സ്റ്റാർട്ട്. PDF ഒന്ന് ഷെയർ ചെയ്യുമോ മാം? ടെക്സ്റ്റ് എടുക്കില്ല. ഷെയർ ചെയ്യാം. അപ്പോ മെറ്റീരിയൽ നമ്മൾ കുട്ടിക്ക് പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ, അതായത് നമ്മളിപ്പോ ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളുടെ നോളജ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുക എന്നുള്ളതല്ല. നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടി പലർക്കും പല പല പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലെ, അതിന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി തന്നെ ആവണമെന്നില്ല മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കുട്ടി ആ രീതിയിൽ ബോഡി ലാംഗ്വേജ് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറയുമായിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാറ്റി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ഫ്യൂ വേർഡ്സ് യൂസ് ചെയ്യുക, വളരെ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. ഓക്കെ, മെറ്റീരിയലിന്റെ ഫസ്റ്റ് യൂസ്, കാരണം ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ആക്ച്വൽ പർപ്പസ് നമ്മൾ ചിലപ്പോൾ അപ്പൊ പറഞ്ഞു കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്പർ റൂട്ട്സ് കൊടുക്കും. നമ്പർ റൂട്ട്സിന്റെ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ലാർജ് സ്മോൾ എന്നുള്ള കൺസെപ്റ്റ് ആണ് കുട്ടിക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്പേഴ്സിന്റെ കാര്യം. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമ്പേഴ്സ് വരുന്നതും ഈവൻ നമ്പർ കളർ വെച്ചിട്ട് ഈവൻ നമ്പർ കൺസെപ്റ്റ് വരുന്നതും പിന്നെ അഡീഷൻ ഏറ്റവും അവസാനം വരുന്നത്. ഇനീഷ്യലി തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കില്ല, ലാർജ് സ്മോൾ. അപ്പൊ അവര് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ ആദ്യം വെക്കട്ടെ, ലാർജ് സ്മോൾ എന്നുള്ള രീതിയിൽ വെക്കട്ടെ എന്നുള്ള ആ രീതിയിൽ തന്നെ നമ്മൾ പോണം. എന്നിട്ട് കുട്ടി ഇത് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ കുട്ടി പിന്നെ നമ്മൾ ലീവ് ചെയ്യുകയാണ്. കുട്ടി വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ ലീവ് ചെയ്യുന്നു. ചെയ്യുമ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റില് കുട്ടിക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് എത്ര നേരം, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് അത് കൊണ്ടുവച്ചിട്ട് അടുത്തയിലേക്കുള്ള ശ്രദ്ധ പോകും. എത്ര നേരം, ഇതെല്ലാം നമ്മളുടെ ഒബ്സർവേഷനിൽ നമ്മൾ ഇതെല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് യൂസ് ചെയ്യുമ്പോൾ ഫേസിലെ എക്സ്പ്രഷൻ അല്ലെ, അതും വളരെ അതും ഒബ്സർവ് ചെയ്യണം. പിന്നെ
നമ്മൾ ഒഫൻഡ് ചെയ്യരുത്. ചെയ്യുന്നതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ചെന്ന് എന്തെങ്കിലും മാറ്റി കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്, ഒഫൻഡ് ചെയ്യരുത്. അത് പ്രൊവോക്ക് ചെയ്യാണ് പലപ്പോഴും, കുട്ടിയുടെ എഫേർട്ടിനെ നമ്മൾ പലപ്പോഴും പ്രൊവോക്ക് ചെയ്യുന്നതിന് കാരണമാകും. ശരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് വരണം എന്നാ പറയാ. കുട്ടി തന്നെ ആ ഒരു ആക്ടിവിറ്റി ചിലപ്പോൾ ഇത് ആദ്യം ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല, റിപ്പീറ്റ് ചെയ്ത് അത് അവൻ തന്നെ കറക്റ്റ് ആക്കും. ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്, ഓട്ടോ കറക്ഷൻ ആണ്. പിന്നെ കൊടുക്കുന്ന ലെസൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് നമുക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല കുട്ടികൾക്ക്. ഓക്കെ, പിന്നെ 2 കാര്യങ്ങൾ ടീച്ചർ ശ്രദ്ധിക്കണം എന്ന് ഒരു ഇതിനകത്ത് പോയിന്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, നോട്ട് ടു ഇൻസിസ്റ്റ് ബൈ റിപ്പീറ്റിംഗ് ദി ലെസൺ. ഒരിക്കലും നമ്മൾ ലെസൺസ് റിപ്പീറ്റ് ചെയ്ത് കുട്ടിയെ നിർബന്ധപൂർവ്വം അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചെയ്യരുത്. സെക്കൻഡ്, കുട്ടി മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ഫീല് വരരുത്. ഇപ്പൊ പലതവണ ചെയ്തിട്ടും ശരിയാകുന്നില്ല, നമ്മളിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കുള്ളിൽ ടെൻഡൻസി ഉണ്ടായിരിക്കും പോയി ശരിക്കും കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. PDF കാണുന്നുണ്ടോ? കാണുന്നില്ല PDF? ഉണ്ടല്ലോ. കാണുന്നുണ്ട് മാം. ഇപ്പൊ കണ്ടു, നേരത്തെ ഇല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് തോന്നും, നമുക്കൊരു ടെൻഡൻസിയാണ് കറക്റ്റ്, നമുക്കത് ശരിയായിട്ട് പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം എന്നായിരിക്കും നമ്മളുടെ ഉദ്ദേശം. പക്ഷെ നമ്മൾ അങ്ങനെ വീണ്ടും പോയി ആ ലെസൺ റിപ്പീറ്റ് ചെയ്ത് ഇൻസിസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജോ നമ്മൾ പറയുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വയം തോന്നും ഒരു ഗിൽറ്റി ഫീലിംഗ്, ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളത്. ഇഫ് ഹി ഡിമാൻഡ്സ്, നമ്മളുടെ സപ്പോർട്ട് ആവശ്യമാണെന്നുള്ള രീതിയിൽ അവൻ പറയുകയോ അവന്റെ ബോഡി ലാംഗ്വേജ് ആ രീതിയിൽ വന്നാൽ മാത്രമാണ്. മാം, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി മുതലല്ലേ എടുക്കേണ്ടത്? അത് എടുത്തിരുന്നോ? അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി അത് ഈ ലെസൺ ആണോ? അല്ലല്ലോ, ആണോ? അതെ, അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞിരുന്നോ? ആരെങ്കിലും പറയൂ, ഞാൻ ഇതാന്ന് കരുതിയിരിക്കുക. ഞാൻ അവിടെ വരെ എത്തിയിരിക്കുന്നത്. പ്ലീസ് കൺഫേം. ഏതൊക്കെയോ ക്ലാസ് അല്ല, ഈ ലെസൺ വേറെ ക്ലാസ്സിലായില്ലല്ലോ. റിയാലിറ്റി ആൻഡ് നേച്ചർ വരെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എടുത്തോന്ന് അറിയില്ല. അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി മുതലാണ് ഈ എടുക്കേണ്ടത്. ഒക്കെ ഞാൻ എടുത്തില്ലേ? സിംപ്ലിസിറ്റി ബ്രെവിറ്റി ഒക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? പറഞ്ഞു, കൺസെപ്റ്റുകൾ വരുന്നു. അതിലാണ് നിന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടിയുടെ താഴെയാണ് മോണ്ടിസോറി മെറ്റീരിയൽസ്. അതെ. മോണ്ടിസോറി എൻവയോൺമെന്റ് സിമ്പിൾ ആയിരിക്കണം, എല്ലാം നല്ല ഡിസൈനിലും ക്വാളിറ്റിയിലുള്ളതായിരിക്കണം, അവിടെ കളർഫുൾ ആയിരിക്കണം, കുട്ടികളെ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ. പിന്നെ ആ റൂമിന്റെ ഒരു ആംബിയൻസ് അത് വളരെ റിലാക്സിങ് ആയിരിക്കണം, വളരെ ലവിങ് ആയിരിക്കണം. ഇത് പറഞ്ഞായിരുന്നു. ലേണറെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന വെൽക്കമിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം. വേറെ ബാച്ചുകൾക്കൊന്നും ആയിട്ടില്ല, മീൻസ് ആയി വരുന്നേ ഉള്ളൂ. ഇനി നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഫണ്ടമെന്റൽ ലെസൺസും കാര്യങ്ങളും പറഞ്ഞു. ബേസിക് റൂൾസ് ആണോ പറയേണ്ടത്? എന്തോ എനിക്ക് കണക്ഷൻ വിട്ടുപോയി പെട്ടെന്ന് പറഞ്ഞപ്പോഴേക്ക്. ഓക്കെ, എനിവേ യു ഹാവ് ടു റീഡ്. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂൻ ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷെ കുട്ടി ഡിമാൻഡ്സ്, അതായത് ബോഡി ലാംഗ്വേജ് എനിക്ക് പറഞ്ഞു തരണം എന്നുള്ള രീതിയിൽ പറയുകയോ, കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ചെല്ലാം. പക്ഷേ നീ ചെയ്തത് തെറ്റിപ്പോയി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലല്ല. നമുക്കിത് ചെയ്ത് നോക്കാമെന്നോ അതിനൊന്ന് നമ്മൾ എന്താ പറയാ, ഒരു പോളിഷ്ഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയില്ലേ, ആ ഒരു രീതിയിൽ പറയണം. അവനൊരു ഫീല് തോന്നരുത്, ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നരുത്. അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന രീതിയിൽ, അവന്റെ തന്നെ എഫേർട്ട് നാച്ചുറൽ ആയിട്ട് വരുന്ന രീതിയിൽ അത് ചെയ്യിക്കുക. കുട്ടി മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ടീച്ചർ അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ആ കുട്ടിയുടെ ഓരോ ആക്ഷൻസും അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം. നമുക്ക് നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും.
പിന്നെ അവന്റെ ആ ഒരു ചെയ്യുന്ന രീതി ചിലപ്പോ ആ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ട രീതിയിലല്ലാതെ അത് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ചിലപ്പോ അവൻ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല, ഇത് ഉപയോഗിക്കാനുള്ള ഒരു സ്റ്റേജിലായിട്ടില്ല. ഇതിനേക്കാൾ ബേസിക് ലെവൽ നമുക്ക് ഏജ് വൈസ് കുട്ടികൾ ഇത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ലാംഗ്വേജ് ഏരിയയിൽ ചെയ്യുന്ന ഒരു കുട്ടി മാത്തമാറ്റിക്കൽ ഏരിയയിൽ കൗണ്ടിങ്ങോ ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ ആയിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇത്ര വയസ്സായി എന്ന് കരുതി കൗണ്ടിങ് ചെയ്യാറാവണമെന്ന് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം, നമുക്ക് ഈ മെറ്റീരിയൽ മാറ്റി അടുത്ത ദിവസത്തേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടി ആ റെസ്പോൺസിനെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അത് കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്തു പോകാം. കുട്ടിയും അത് ഓക്കെയാണ്, ശരി എനിക്കിത് പിന്നെ ചെയ്താൽ മതി എന്ന് പറയുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതേസമയം കുട്ടി പറയുവാണ് ഞാനത് ചെയ്ത് നോക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ വി ക്യാൻ സപ്പോർട്ട് ഹിം. ഷീബ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. പിന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് ആ എക്സസൈസ് ചെയ്യുമ്പോഴേക്കും ഈ അതിനെപ്പറ്റി ഒരു ഐഡിയ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല നമ്മളും ഒരു കാര്യം കൂകി തെളിയോ എന്നൊക്കെ പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും അത് കാര്യം മനസ്സിലാകും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി മെറ്റീരിയലിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. പലപ്പോഴും പല മെറ്റീരിയൽസും കൊടുക്കുമ്പോൾ ഇപ്പൊ പിങ്ക് ടവർ കൊടുക്കുന്നു, പിങ്ക് ടവർ അതിനനുസരിച്ച് സ്റ്റാക്ക് ചെയ്ത് അതിനറിയാം ഏറ്റവും വലുതാ താഴെ വെക്കണം, മുകളിലേക്ക് പോകും തോറും അങ്ങനെ സ്റ്റാക്ക് ചെയ്യും. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചിലപ്പോ ട്രെയിൻ പോലെ ചെയ്യാനോ അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഗ്രൂപ്പ് പെയർ ചെയ്ത് 2 എണ്ണം ഒരുമിച്ച് വെക്കൂ, അങ്ങനെ ആ രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതും അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ ഒരു ഭാഗം തന്നെയാണ്. അവർ ഈ മെറ്റീരിയൽസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പല ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ, നമ്മൾ പോലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ പല രീതിയിലും ഇവരിതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ചില മറ്റ് മെറ്റീരിയൽസുമായിട്ട് കമ്പൈൻ ചെയ്യും. ചില കളേഴ്സിനോട് ഇവർക്ക് അട്രാക്ഷൻ തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും. ഇപ്പൊ ബ്രൗൺ സ്റ്റെയറും പിങ്ക് ടവറുമായിട്ട് അവര് കോമ്പിനേഷൻ ചെയ്യും. പിന്നെ നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് സിലിണ്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് അങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഓരോന്നിന്റെയും കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ടീച്ചേഴ്സിന് ഇത് പല രീതിയിൽ കുട്ടിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ മെയിൻലി 3 പീരിയഡ് ലെസൺസ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു കൺസെപ്റ്റ്. നമുക്കറിയാം ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിന്റെ ബൈ പ്രോഡക്റ്റ് ബോണസ് ആയി കിട്ടുന്ന ഒന്നാണ് ലാംഗ്വേജിന്റെ കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ കളർ ആയിരിക്കും പഠിപ്പിക്കുന്നത്, പക്ഷെ അതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നത് ലാംഗ്വേജിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടും. കൗണ്ടിങ് പഠിപ്പിക്കുമ്പോൾ അവിടെയും ലാംഗ്വേജിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടും. പിന്നെ ഏതെങ്കിലും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അഡീഷൻ അവിടെയും ലാംഗ്വേജ് എങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം, സെന്റൻസ് പറയണം, അത് അവർക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, കാരണം നമ്മൾ ഒരിക്കലും മോണ്ടിസോറി എൻവയോൺമെന്റിലും അല്ലാതെ ക്ലാസ് റൂമിലും ത്രൂ ആക്ഷൻസ് ഒന്നും അല്ല പഠിപ്പിക്കുന്നതല്ലേ. കൂടുതലും നമ്മളുടെ വോക്കൽ സൗണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും പഠിപ്പിക്കുന്നത്. പലപ്പോഴും എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കുട്ടികളിലെ ലാംഗ്വേജ് എന്നുള്ള കൺസെപ്റ്റ് ബൈ പ്രോഡക്റ്റ് പോലെയാണ് ഉണ്ടാകുന്നത്. 3 പീരിയഡ് ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞു. അതിലെ ഫസ്റ്റ് പീരീഡ് ആണ് കുട്ടികൾക്ക് ലാംഗ്വേജിന്റെ കൺസെപ്റ്റ് വരുന്ന രീതിയിൽ ഫസ്റ്റ് പീരീഡ്. നമുക്ക് കളർ ടാബ്ലറ്റുകൾ ഉണ്ടല്ലേ, 3 കാറ്റഗറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. 3 ടൈപ്സ് ഓഫ് കളർ ടാബ്ലറ്റ്സ് ആണ്, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. ഓരോന്നിലും ഓരോ രീതിയിൽ കളേഴ്സ് ഉണ്ട്. ടേർഷറി വരുമ്പോൾ കളർ മിക്സിംഗ് ആണ്. കളറിന്റെ ഗ്രേഡ്സ് ആർ ഗ്രഡേഷൻ മനസ്സിലാകുന്നത് ടേർഷറിയിലാണ്. പ്രൈമറിയിൽ നമുക്ക് 3 കളേഴ്സ് ഉണ്ട്. അപ്പൊ ടീച്ചർ കളർ ടാബ്ലറ്റിൽ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുവാണ് ദിസ് ഈസ് ബ്ലൂ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ദിസ് ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്നും കുട്ടിക്ക് അറിയാം ദിസ് ഇസ് എന്നുള്ള ആ വാക്ക് യൂസ് ചെയ്യാനും അത് ഇതിപ്പോ ബ്ലൂ ടാബ്ലറ്റ് ആയതുകൊണ്ട് ബ്ലൂ എന്നുള്ള കളർ എന്നുള്ള കൺസെപ്റ്റ് കിട്ടി. പെട്ടെന്ന് തന്നെ ബ്ലൂ കളർ മാറ്റിയിട്ട് അടുത്ത റെഡ് ടാബ്ലറ്റ് മുന്നിൽ വെച്ചിട്ട് കുട്ടിയോട് പറയുവാണ് ദിസ് ഈസ് റെഡ്. ഫസ്റ്റ് പീരീഡിൽ ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു 2 കളേഴ്സ്. അത്
റെഡ് ബ്ലൂ എന്ന് മാത്രമല്ല ടീച്ചർ പറഞ്ഞു, ടീച്ചർ ഒരു ഫുള്ളി ആയിട്ടുള്ള സ്ട്രക്ചറിലുള്ള ഒരു സെന്റൻസ് പറഞ്ഞു. ദിസ് ഇസ് ബ്ലൂ, ദിസ് ഇസ് റെഡ്. കുട്ടിയുടെ മുന്നിൽ മനസ്സിൽ ആദ്യം ബ്ലൂ എന്നുള്ള കളർ വന്നു, ദെൻ ബാക്ക് റെഡ് എന്നുള്ള കളർ വന്നു. സെക്കൻഡ് പീരീഡില് അത് ടെസ്റ്റ് ചെയ്യുവാണ് ടീച്ചർ. ആ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ മൈൻഡിൽ ആ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യും. 2 ടാബ്ലറ്റ്സും കുട്ടിയുടെ മുന്നിൽ വെക്കും, എന്നിട്ട് ചോദിക്കും വിച്ച് ഈസ് ദ റെഡ് വൺ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ദ റെഡ് വൺ സ്റ്റേറ്റ്മെന്റ് ഉള്ളിലേക്ക് വന്നു. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ ബ്ലൂ വൺ അതും ചോദിക്കും. അപ്പൊ കുട്ടി കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്ത് കാണിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും കളറും മനസ്സിലുണ്ടെങ്കിൽ കുട്ടി പറയും ബ്ലൂ ടാബ്ലറ്റിൽ ടച്ച് ചെയ്തിട്ട് പറയും ദിസ് ഈസ് ബ്ലൂ. അപ്പൊ ആ ലാംഗ്വേജിന്റെ കൺസെപ്റ്റ് വന്നു, എങ്ങനെ ഇത് ബ്ലൂ ആണ് എന്ന് പറയാനുള്ള ദിസ് ഈസ് ബ്ലൂ അല്ലെങ്കിൽ ദിസ് ഈസ് റെഡ്. അപ്പൊ ലാംഗ്വേജും കറക്റ്റ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കളർന്നുള്ള കൺസെപ്റ്റും ഉള്ളിൽ കിട്ടിയെന്ന് നോക്കാം. ഇനി സെക്കൻഡ് പീരീഡിൽ കുട്ടിക്ക് അത് പറയാനും പറ്റുന്നില്ല, ആ കളറ് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ നമുക്ക് അഗെയിൻ വീണ്ടും ഫസ്റ്റ് പീരീഡിലേക്ക് വീണ്ടും പോവാം. ക്ലിയർ ആയോ? ഫസ്റ്റ് പീരീഡിലേക്ക് പോവാം. എങ്ങനെ ഒരു ലെസൺ കൊടുക്കണം എന്നുള്ളത് പറയുന്നത് തേർഡ് പീരീഡ്, ചൈൽഡ് നെയിമിങ് ദ കൺസെപ്റ്റ്. തേർഡ് പീരീഡ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് വാട്ട് ഈസ് ദിസ്, കുട്ടി ആൻസർ ചെയ്യണം. ദിസ് ഈസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. വാട്ട് ഈസ് ദിസ്, കുട്ടിക്ക് ആ നെയിമിങ് ആ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ഡെഫിനറ്റ്ലി പറയും റെഡ് ടാബ്ലറ്റാ വെച്ചിരിക്കുന്നെങ്കിൽ ദിസ് ഈസ് റെഡ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനുള്ളത് നമ്മൾ കാണാതെ പഠിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല അല്ലെ. ഇമ്പോസിഷൻ കൊടുക്കട്ടെ 10 പ്രാവശ്യം എഴുതിപ്പിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യവും വന്നില്ല ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെ 3 പീരീഡ് ലെസൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ ഭയങ്കര ഹാർമോണിയസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഗ്രേഷ്യസ്ലി. ഈ നമ്മൾ ഈ പറഞ്ഞ 3 പീരീഡ് പ്ലാനില് എവിടെയെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും ഫസ്റ്റ് പീരീഡിൽ പോയി റിപ്പീറ്റ് ചെയ്ത് എത്ര തവണ വേണമെങ്കിലും ചെയ്യിക്കാം. അവർക്കത് ഇൻട്രസ്റ്റ് ആവും. ഇതിപ്പോ കളർ വെച്ചിട്ട് നമ്മൾ കളറിന്റെ കൺസെപ്റ്റും ലാംഗ്വേജിന്റെ വൊക്കാബുലറിയും നമ്മൾ ശരിയാക്കുന്നതായിരുന്നു. ഇതുപോലെ ഏത് ആക്ടിവിറ്റി ചെയ്തും ചെയ്യിക്കാം. ആരുടെയോ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടത് ഈ ബാച്ചിലെ ആണോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ, ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്. എന്നുവെച്ചാൽ 1 many എന്നുള്ള കൺസെപ്റ്റ് പഠിപ്പിക്കുന്നത് ഈ ക്ലാസ്സിൽ ആരെങ്കിലും ആയിരുന്നോ? അങ്ങനെ ക്ലാസ് റൂമിലെ ടീച്ചിങ് പ്രാക്ടീസിന്റെ ആണോ അതോ വർക്ക് ചെയ്യുന്നതിന്റെ ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ബോർഡില് 1 many എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ കയ്യിലൊക്കെ ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ചിലരുടെ കയ്യില് ഒരു നോട്ട്ബുക്ക്, ചിലരുടെ കയ്യിൽ 2-3 നോട്ട്ബുക്സ്, ഒരു അംബ്രല്ല, പിന്നെ ബാഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോ 1 ബാഗ് എന്നുള്ളത് ആയിട്ട് പോണ ആള് 1ന്റെ അടുത്ത് നിന്നിട്ട് സ്റ്റേറ്റ്മെന്റ് പറയണം 1 ബാഗ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ചെയ്യിക്കുന്ന ഒരു ആക്ടിവിറ്റി കണ്ടിട്ട് നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാം. അപ്പൊ 1 many എന്നുള്ള കൺസെപ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത് നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. സോ ഒരു ക്ലാസ് റൂമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ക്ലാസ് റൂം നല്ല നീറ്റ് ആയിരിക്കണം, ഡെസ്ക് ബെഞ്ചൊക്കെ നല്ല രീതിയിലൊക്കെ ഓർഡറിൽ കിടക്കണം. അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ക്ലാസ്സിൽ രാവിലെ വരുമ്പോൾ തന്നെ നമ്മൾ ക്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു പണ്ട്. അതുപോലെ തന്നെയാണ് ആ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ബോർഡിൽ നമ്മൾ എഴുതും അല്ലെ, അന്നത്തെ ഡേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സ് എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതും. പിന്നെ ഏത് ആ പീരീഡ് ഏതാണോ ക്ലാസ് അതിന്റെ ടൈറ്റിൽ എഴുതും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമായിരുന്നു. ഇത് തന്നെയാണ് ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ഒരു ക്ലാസ് റൂമില്. കുട്ടികൾ ആ ക്ലാസ് റൂമിലെല്ലാം ചൈൽഡ് സൈസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അവർക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അങ്ങനെ അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളതെല്ലാമായിരുന്നു. കുട്ടിയുടെ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് അങ്ങനെ വരുന്നതായിരുന്നു. അപ്പോ കുട്ടികൾ എപ്പോഴും അതിനകത്തൊരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് സ്കൂളുകളിലും അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളിലാണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവർ വന്ന ഉടനെ തന്നെ ഇതാണ്. അവിടെ ഇങ്ങനെ പുറത്ത് കുറെ ക്യാബിൻസ് ഉണ്ട്, ക്യാബിനറ്റ്സ് പോലെ. അതിന്റെ അടുത്ത് തന്നെ ഷൂ റാക്കും ഉണ്ടായിരിക്കും. ഇവരുടെ ഷൂ അതിൽ ഊരി വെച്ച് ബാഗ് അതിൽ വെച്ചിട്ട് ആണ് കുട്ടികളെല്ലാം ക്ലാസ് എൻവയോൺമെന്റിലേക്ക് കടത്തുന്നത്. ഞാൻ കണ്ടിട്ടുള്ള മോണ്ടിസോറി സ്കൂൾ അങ്ങനെയായിരുന്നു.
പിന്നെ സെക്കൻഡ്, അതൊരു ഓർഡർ ഉണ്ട് അവർക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഓർഡർ. സെക്കൻഡ്, റെസ്പോൺസിബിലിറ്റി, ഫീൽ ഫോർ ഈച്ച് അതർ, മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു മോറൽ ഹെൽപ്പ്, എല്ലാവർക്കും ഒരു മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പൊ വൺസ് ഇപ്പൊ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മനസ്സിലത് എപ്പോഴും ഉണ്ടാവും. തിരിച്ച് എനിക്ക് ആ ഒരു ഹെൽപ്പ് ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ കൊടുക്കാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഒരു കോംപ്ലിമെന്ററി ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻ, ആ ഒരു രീതിയിലാണ്. പിന്നെ അവർക്ക് ഫ്രീഡം ഉണ്ട്. പിന്നെ എന്താ പറയാ, അവരുടെ ഇൻട്രസ്റ്റ്, അത് പല കാര്യങ്ങളും അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റ് ഗ്രോത്തിന് ഈ ഒരു ഫ്രീഡം അവരെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഡിഫറെന്റ് ഏജ്, വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണല്ലോ, ഡിഫറെന്റ് ഏജസ് ആണ്. ടിപ്പിക്കൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ 25 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിന്റെ 1/3 3 വയസ്സ്, പിന്നെ അടുത്ത 1/3 എന്ന് പറയുന്നത് 4 years, ബാക്കി 5 years ഓൺവേർഡ്സ്, ആ ഒരു രീതിയിലുള്ള കുട്ടികളായിരിക്കും. 3 to 6 years ഏജ് സ്പാനിൽ വരുന്ന കുട്ടികളാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്നത്. അപ്പോൾ ഏജ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഗ്രൂപ്പിംഗ് ആയിരിക്കും അവിടെ. വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആയതുകൊണ്ട് ഈ ഒരു ഏജിലുള്ള കുട്ടികളായിരിക്കും വരും. നമ്പർ ഓഫ് സ്റ്റുഡൻസിനനുസരിച്ച് ഫെസിലിറ്റേറ്റേഴ്സിന്റെ നമ്പർ അതിനനുസരിച്ച് ആ ഒരു റേഷ്യോ അവരത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. സോ അതിന് ഒരു ടീച്ചർ പോരാ. ഈവൻ ഞാൻ പോയിരുന്ന ആ സ്കൂളിൽ 15 കുട്ടികൾ എന്തോ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ 3 പേരായിരുന്നു ഫെസിലിറ്റേറ്റേഴ്സ്. അത്രയും 15 കുട്ടി, ഇപ്പൊ 5 കുട്ടിക്ക് ഒരു ആളെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ വന്നിരുന്നു. അപ്പൊ അങ്ങനെയാണ് 4 സ്റ്റാഫ് ഉണ്ടായിരുന്നു, പക്ഷെ പലപ്പോഴും 3 പേരൊക്കെ വരാറുണ്ടായിരുന്നു. ഡിഫറെന്റ് ഏജസ് ആയിരിക്കും ഓരോ ക്ലാസ്സിൽ. മിക്സഡ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവർക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാനുള്ളത്, എൽഡർ ചിൽഡ്രൻ യങ്ങർ ചിൽഡ്രനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ യങ്സ്റ്റേഴ്സ് ഇത് കാണുമ്പോൾ അവരത് റോൾ മോഡൽ ആക്കും. പിന്നെ അവരടുത്ത സീനിയർ ആകുമ്പോഴേക്കും പിന്നെ പുതിയതായിട്ട് വരുന്ന ചെറിയ കുട്ടികളെ അവരെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു രീതിയിൽ ഒരു റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് അവിടെ നടക്കും. നെക്സ്റ്റ്, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്നുള്ളതല്ല, ഞാനിവിടെ കട്ട് ചെയ്ത് ഫെസിലിറ്റേറ്റർ ആക്കിയിട്ടുണ്ട്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. നിങ്ങളത് അസൈൻമെന്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. പ്രീ സ്കൂൾ ടീച്ചറിന്റെ ക്വാളിറ്റീസ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇനിയിപ്പോ ഇത് വായിക്കേണ്ട കാര്യമല്ല. ബിക്കോസ് നിങ്ങളെല്ലാരും ആ ഒരു ദൂരം പിന്നിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം ഒരു ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ആ ഒരു നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ ലെസൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി, അറ്റ് ദ സെയിം ടൈം സെൽഫ് അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, സെൽഫ് ജഡ്ജ്മെന്റൽ ആയിരിക്കണം. ഡെഫിനറ്റ്ലി നമ്മളൊരു നോർമലി ആളുകളേക്ക് കണ്ടിരിക്കുന്നത് പീപ്പിൾ യൂസ് ടു ജഡ്ജ് അതേഴ്സ്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര താല്പര്യം കാണിക്കുന്നത്. ബട്ട് വൺസ് വി സ്റ്റാർട്ട് ജഡ്ജിങ് അവർ സെൽഫ്, നമ്മൾ ആ പരിപാടി നിർത്തും. നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ആ പരിപാടി നിർത്തും. സോ ഒരു ടീച്ചർ എപ്പോഴും അങ്ങനെ ആകണം എന്നാണ് പറയുന്നത്. സെൽഫ് അനാലിസിസ് ചെയ്യാൻ അവർക്ക് പറ്റണം, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റണം, സെൽഫ് ജഡ്ജ് ചെയ്യാൻ പറ്റണം. അപ്പോഴേ ലൈക്ക് അവരൊരു ടീച്ചറായിട്ട് ശരിക്കും പാകപ്പെടുള്ളൂ. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറെ ലെക്ചർ ക്ലാസ്സുകൾ കേട്ടതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല എഡ്യൂക്കേഷൻ വരുന്നത്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കണം എഡ്യൂക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, മുന്നിൽ വരുന്ന കുട്ടികളെല്ലാം യുണീക്കാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അവർക്ക്. ആ ഒരു ഇൻഡിവിജ്വൽസിന്റെ ആ ഡിഫറൻസസ് മനസ്സിലാക്കി വണ്ടർഫുള്ളി ഡിഫറെന്റ് ആയിരിക്കും എന്താ പറയുക, കുട്ടികളെല്ലാം പല പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കുമല്ലോ. അപ്പൊ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാൻ, നർച്ചർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓരോ കുട്ടിയുടെ ഉള്ളിലും ഓരോ സ്പാർക്ക് ഉണ്ട്, അത് കണ്ടെത്തി അതിനെ ഇഗ്നൈറ്റ് ചെയ്യുക, അതിനെ തിരികൊളുത്തി വിടുക. അതാണ് ശരിക്കും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉള്ള ഒരാൾ തന്നെയാണ്.
മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. നമുക്കറിയാം ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് റോൾ ഒരു ക്ലാസ് റൂമിലുണ്ട്. ഈ കുട്ടികളും ഈ ഒരു ഫെസിലിറ്റേറ്ററും കൂടെ ഒരുമിച്ച് ഒരു ഇൻസെപ്പറബിൾ പാർട്സ്, അവര് തമ്മിൽ രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സ് ആകാതെ ഒരുമിച്ച് നിന്ന് വേണം ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകാൻ. അത് വളരെ ആക്റ്റീവ് ആയിരിക്കണം, ഡൈനാമിക് ആയിരിക്കണം ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അത് കുട്ടിയുടെയും അതുപോലെ തന്നെ ഈ ഒരു ഫെസിലിറ്റേറ്ററിന്റെയും ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവരുടെ രണ്ടുപേരുടെയും ഒരു കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് നടക്കണം എന്നാണ് പറയുന്നത്. പലപ്പോഴും കുട്ടികളാണ് ടീച്ചേഴ്സിനെ ഷേപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദം ആണ് ഓരോ ടീച്ചറും കൂടുതൽ കൂടുതൽ ബെറ്റർ ആവുന്നത്. ഓക്കെ, എഡ്യൂക്കേഷണൽ എന്ന് പറയുന്നത് അതൊരു ശരിക്കും ഒരു ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു 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 സിംഗിൾ വൺ, ഒരു എഡ്യൂക്കേഷണൽ എന്നുള്ള രീതിയിൽ ഒരുമിച്ച്, അതായത് ഞാൻ പറഞ്ഞു തരുന്നു നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ രണ്ടുപേരും ഒരേ രീതിയിൽ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സോഷ്യലൈസ് ചെയ്യുന്ന ഒരു രീതി, അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. കുറെയൊക്കെ അസൈൻമെന്റ് വന്നിട്ടുണ്ടാകും ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. നമുക്കൊരു മെയിൻ ക്വാളിറ്റി, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ട മെയിൻ ക്വാളിറ്റി എന്താ ശരിക്കും? മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒബ്സർവേഷൻ ആണോ? ഒബ്സർവേഷൻ, ഡെഫിനറ്റ്ലി പേഷ്യൻസ്, അതൊക്കെ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് തന്നെയാണ്. ഒബ്സർവേഷൻ ആണ് വേണ്ടത്. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാകുന്നതും ആ കുട്ടിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, ഹൗ ടു മേക്ക് ഹിം ടു ലേൺ ഓൾ ദ തിങ്സ്, അത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് എ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൽ നോക്കുമ്പോൾ കാര്യമായിട്ട് എവിടെയും കാണില്ല, പക്ഷെ ഒബ്സർവേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതുകൊണ്ടാണല്ലോ 25, ഞങ്ങൾ 15 കുട്ടികളുള്ള അവിടുത്തെ ഞങ്ങൾ 3 ഫെസിലിറ്റേറ്ററിന് സാർ വെച്ചത്, സാർ ഉൾപ്പെടെ 4 പേരെ. കാരണം അത്രയും കീനായിട്ട് നമ്മൾ ചെയ്യേണ്ട, ഒബ്സർവേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് മുന്നിൽ അത്രയും കുട്ടികളെ പാടുള്ളൂ അല്ലെ മാം. ഇത് അങ്ങനെ ഒബ്സർവേഷൻ തോന്നാൻ കാര്യം എന്താന്ന് വെച്ചാൽ മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ തുടങ്ങിയ സംഭവമാണല്ലോ ഈ ഒരു മോണ്ടിസോറി ഇതിൽ എത്തിപ്പെട്ടത്, ഒരു സ്കൂൾ തുടങ്ങാനും ഒക്കെ. അങ്ങനെ വെച്ച് പറഞ്ഞതാന്ന്, ജസ്റ്റ് പറഞ്ഞു നോക്കിയതാ. അതെ, ഒബ്സർവേഷൻ തന്നെയാണ്. ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടും, പക്ഷെ ടെക്സ്റ്റിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്തൊന്നും ചിലപ്പോ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു നമ്മളുടെ ക്വാളിറ്റീസിൽ നമ്മൾ പറയുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് അതിനുള്ള കോൺസെൻട്രേഷൻ ഉണ്ട്. നമ്മളുടെ തലയിൽ കുറെ ബാഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾക്ക് ആ ഒരു കോൺസെൻട്രേഷൻ വേണം. അതിന് അതുകൊണ്ടാണ് മെഡിറ്റേഷൻ നമ്മൾ എവറി ഡേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നത്. ത്രൂ അവർ പ്രെയർ, നമ്മുടെ പ്രെയറിലൂടെ ആയാലും നോ പ്രോബ്ലം. സാധാരണ ട്രഡീഷണൽ ടീച്ചേഴ്സിൽ നിന്നും ഭയങ്കര ഒരു ഡിഫറൻസ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സിനുണ്ട്. കുട്ടികളുടെ ഡെവലപ്മെന്റൽ എബിലിറ്റീസിൽ അവർ കാണിക്കുന്ന ഒരു ട്രസ്റ്റ് ആണ് ശരിക്കും. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ വളരെ ഭീമാകാരമായ ട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു ട്രഡീഷണൽ ടീച്ചർ പലപ്പോഴും കുറെ കുട്ടികളേക്ക് അങ്ങനെ അവർ ശരിയാവില്ല, ടൈപ്പ് ഓഫ് ഒരു തോട്ട് എപ്പോഴും വരാറുണ്ടല്ലേ. നമ്മളുടെ പല ഇതിനും ടീച്ചിങ് പ്രാക്ടീസിന് പോയ കുട്ടികൾ പറഞ്ഞാണ് മിക്ക ക്ലാസ് റൂമുകളിലും വെറുതെ ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. അവിടുത്തെ ടീച്ചർമാരോട് ചോദിക്കുമ്പോൾ അത് എഴുതൂല്ല, വായിക്കില്ല, അതിന് അനങ്ങില്ല, അതിന് നോക്കുക വേണ്ട, ആ ഒരു രീതിയിൽ പറയും. നമ്മളുടെ ഈ ട്രെയിനീസ് പോയിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കും. ഭയങ്കര റിസൾട്ട് അമേസിങ് ആയിരുന്നു. അതിൽ മെയിൻ വന്നൊരു മെറ്റീരിയൽ ആയിരുന്നു സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും നിങ്ങൾ സാൻഡ് പേപ്പറിൽ തന്നെ അത് ചെയ്യണം. പലരും ഫോം ഷീറ്റിലും ഗ്ലിറ്റർ പേപ്പറിലും ഒക്കെ ചെയ്തിരുന്നു, സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യണം എന്ന് പറയാം. കാരണം ഈവൻ മറിയ മോണ്ടിസോറിയുടെ ആ ടൈമിൽ പോലും മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. സ്പെഷ്യൽ സ്കൂളിൽ ചെന്നപ്പോഴും അവിടെയും സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത പല മെറ്റീരിയൽസുമാണ് സ്പെഷ്യൽ സ്കൂളുകാരും ഫോളോ ചെയ്തിരുന്നത്.
ഓക്കെ, അങ്ങനെ ഒരു ട്രസ്റ്റ് മോണ്ടെസോറി ഫെസിലിറ്റേറ്റേഴ്സിനുണ്ട് കുട്ടികളിൽ. അവരുടെ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് ട്രഡീഷണൽ ടീച്ചേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷെ നമുക്കങ്ങനെ ട്രഡീഷണൽ ടീച്ചേഴ്സിനെ ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അതിലും യുണീക്ക് ആയിട്ടുള്ള ടീച്ചർമാരുണ്ട്. കുട്ടികളിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ട് ഓരോ കുട്ടികളിലും അവരുടെ രീതിയിൽ ഇന്റർവെൻഷൻ നടത്തുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ പലപ്പോഴും സിലബസിന്റെ ഒരു ഇതും പോർഷൻ തീർക്കേണ്ടതിന്റെ ഒരു ആ ഒരു ബഹളത്തിനിടയ്ക്കും അവർക്ക് പലതും ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെയും വരാം. ഭയങ്കര ഒരു ഫെയ്ത്ത് ആണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ കുട്ടികളിൽ എപ്പോഴും വയ്ക്കുന്നത്. കുട്ടികളെ എപ്പോഴും അവർ ഫോളോ ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുട്ടികളോടൊപ്പം ഇവിടെ ടീച്ചേഴ്സ് സംസാരിക്കുന്ന രീതി തന്നെ വളരെ ജെന്റൽ സോഫ്റ്റ് ആയിട്ടാണ്. കുട്ടികൾ എപ്പോഴും ടീച്ചർമാരെ ഏതൊരു കാര്യത്തിലും ഫോളോ ചെയ്യും, ഈ ഫെസിലിറ്റേറ്റർമാരെ ഫോളോ ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിലൊക്കെ, ഞാൻ ചെയ്യുന്നത് രണ്ട് രീതിയും വ്യത്യാസമാണ്. ഇവരിലേക്ക് ഓരോന്ന് പകർന്നു കൊടുക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. സ്ട്രിക്റ്റ് ആയിട്ടോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു ജെന്റൽ വേയിൽ പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ നമുക്കറിയാം ചിലപ്പോൾ ചില കുട്ടികൾ ഭയങ്കര സ്ലോ ആയിരിക്കാം. അപ്പൊ കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നമുക്ക് പ്ലാൻ ചെയ്ത് അവരെ കൊണ്ട് അത് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓരോ കുട്ടികളെയും ഏതൊരു ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകണം, അവരെ എങ്ങനെ അത് നല്ല രീതിയിൽ ചെയ്യിക്കാനായിട്ട് പറ്റണം, ഇതെല്ലാം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലാവും. അപ്പൊ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു ഗ്രോയിങ് പേഴ്സൺ ആയിരിക്കണം. കാരണം എല്ലാ ആക്ടിവിറ്റിയും ഒരേപോലെ ഒരു കുട്ടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് പറ്റണം. പിന്നെ പ്രാക്ടിക്കൽ നോളജ്, പ്രാഗ്മാറ്റിക് നോളജ്, പ്രാക്ടിക്കൽ നോളജ് ആണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടത്. ഞാൻ പലപ്പോഴും ക്വസ്റ്റ്യൻ കൊടുക്കും, അത് ടെക്സ്റ്റ് ചെയ്യുന്ന ആ സെന്റൻസ് ഒന്നും വന്നിട്ടില്ല. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്നത് എന്താണ്? അപ്പൊ അതിനകത്ത് സബ്ജക്ട് നോളജ്, അക്കാദമിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതില് നമുക്ക് മനസ്സിലാവും ഇവർക്ക് വേണ്ടത് ഒരു ഒബ്സർവേഷൻ ആണ്. നമുക്ക് എല്ലാ ആൻസറും കറക്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കീൻ ഒബ്സർവേഷൻ തന്നെയാണ്. ഒരു പ്രാക്ടിക്കൽ നോളജ് ആണ്. ഒരു തിയറിയെ പറ്റിയോ അങ്ങനെയുള്ള നോളജ് അല്ല അവർക്ക് ശരിക്കും വേണ്ടത്. എങ്ങനെ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം, ആ ഒരു പ്രാക്ടിക്കൽ നോളജ്, ആ ഒരു ക്രിയേറ്റിവിറ്റി, ഇന്നോവേറ്റീവ് ആയിട്ട് ഈ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത് അങ്ങനെ ഒരു പേഴ്സൺ ആയിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് നോളജ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് ബിക്കമിങ് എ ഗുഡ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ആദ്യം നമ്മൾ, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെൽഫിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനീഷ്യലി. അത് മറിയാം മോണ്ടിസോറി പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറെ സബ്ജക്റ്റുകൾ പഠിച്ച് അറിവുണ്ടാക്കുക എന്നുള്ളതല്ല, നമ്മളെ മനസ്സിലാക്കുക. എന്റെ പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലാകണം. സോ ഐ ക്യാൻ ഡു ദിസ്. ഞാൻ ഇങ്ങനെ അപ്ഗ്രേഡ് ആകണം. ഈ ഒരു ഭാഗങ്ങളാണ് എന്റെ വീക്ക്നെസ്. എന്റെ സ്ട്രെങ്ത് ഇതാണ്. എന്റെ സ്ട്രെങ്ത് ഞാൻ കൂടുതൽ സ്ട്രോങ് ആക്കണം. എന്റെ വീക്ക്നെസ്സിനെ എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റണം. എന്റെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഞാൻ യൂസ് ചെയ്യണം. എന്റെ ചലഞ്ചസ് അതിനെ എനിക്ക് ഓവർകം ചെയ്യാനായിട്ട്, ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റണം. എന്റെ ചലഞ്ചസ് എന്നുള്ളതിനെ എനിക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് ശരിക്കും നമ്മളൊരു സെൽഫായിട്ട് സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്, നമുക്ക് വരുന്ന ത്രെഡ്സ്, ഇതിനെല്ലാം അനലൈസ് ചെയ്ത് പോകുന്ന ഒരു ഗ്രോയിങ് പേഴ്സൺ ആയിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ സെൽഫ് നോളജ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളെ അറിയുക, അതാണ് ഫസ്റ്റ്. എഡ്യൂക്കേഷന്റെ റിയൽ പ്രിപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇസ് എ സ്റ്റഡി ഓഫ് വൺ സെൽഫ്. ഓക്കെ, അപ്പൊ ആ ഒരു ട്രെയിനിങ് നമ്മളുടെ സെൽഫിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ എന്താവണം എന്നുള്ളത് മനസ്സിലാക്കി നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ തന്നെ ഷേപ്പ് ആക്കുന്നത് തന്നെയാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറെ കാര്യങ്ങളും കുറെ സബ്ജക്റ്റും കുറെ പഠിച്ചു വെക്കുക, ആ ഒരു സബ്ജക്ട് സ്റ്റഡിയും നിന്ന് നമ്മളുടെ ക്യാരക്ടർ, അപ്പൊ നമ്മൾ പ്യൂരിഫൈഡ് ആകണം അതിലൂടെ.
നമ്മളുടെ ഹാർട്ട് അത് പ്യൂരിഫൈഡ് ആകണം. കാരണം നമ്മളുടെ മുന്നിൽ വരുന്ന സോൾസ് ആ ഒരു പ്യുവർ ഹാർട്ടിനെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്യൂരിഫൈഡ് ആകണം. അത്രയും ഇന്നസെൻസ് ആയിട്ടുള്ള മക്കളാണ് വരുന്നത്, അത്രയും പ്യുവർ സോൾസ് ആണ് അവരുടെ. നമ്മൾ പ്യൂരിഫൈഡ് ആകണം എന്നുള്ളതാണ് ഫസ്റ്റ് എടുക്കേണ്ട സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ശരിക്കും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോൾ അവരൊരു അഡൾട്ടാണ് ശരിക്കും അല്ലേ, പ്രായപൂർത്തിയായ ഒരാള് തന്നെയാണ്. മുന്നിൽ വരുന്നത് ചെറിയ കുട്ടികളാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ്, ആ ഒരു അഡൾട്ട് ഒരു കുട്ടി തമ്മിലുള്ള ഡിഫറൻസ് ശരിക്കും ഉണ്ട്. പക്ഷെ ഞാൻ അഡൾട്ട് ആണ് എന്ന് കരുതി ഐ നോ ഓൾ ദ തിങ്സ് എന്ന് പറഞ്ഞ കുട്ടിയുടെ മേലിലൊന്നും ചെയ്യുകയല്ല. സാധാരണ കുട്ടി ഡീല് ചെയ്യുന്നത് കൂടുതലും അഡൾട്ടുകളായിട്ടായിരിക്കും അല്ലെ. വീട്ടിലെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാകും, സിബ്ലിങ്സ്, അഡൾട്ട് ആയിട്ടുള്ള സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ. സ്കൂളിൽ വരുമ്പോഴും സെയിം ഏജിൽ വരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അവിടെ കുട്ടിയുടെ നീഡ്സും കുട്ടിയുടെ ഫീലിങ്സും ഇമോഷൻസും മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു അഡൾട്ടായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് അല്ലെ. കുട്ടീനെ മനസ്സിലാക്കി, എംപതി, കുട്ടിയെ മനസ്സിലാക്കി കുട്ടിയുടെ രീതിക്ക് മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി അവരെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ ഈ വായിച്ചു പോവാത്തതുകൊണ്ടാണ് എനിക്കത് പറയുമ്പോൾ ഒരു ബ്ലോക്കിങ് വരുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് ഡീല് ചെയ്യാനായിട്ട് പറ്റണം. ഒരു അഡൾട്ട് എന്നുള്ള രീതിയിൽ ഡോമിനന്റ് ആയി നിന്നുകൊണ്ടല്ല കുട്ടിയെ ഡീൽ ചെയ്യേണ്ടത്. ഈവൻ അച്ഛൻ അമ്മയൊക്കെ ചെയ്യുമ്പോൾ കുറേയൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ അതേസമയം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് അവിടെ വരരുത്. പലപ്പോഴും അഡൾട്ട് എപ്പോഴും ഒരു സെൽഫ് ഇൻട്രസ്റ്റഡ്. ഇപ്പൊ നമ്മളൊരു ആസ് എ ടീച്ചർ ഒരു ക്ലാസ് എടുക്കാൻ, സാധാരണ രീതിയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ യെസ് ഐ ആം ദ ഡോമിനന്റ് പേഴ്സൺ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കണം, ആ ഒരു തോട്ടേ നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. അങ്ങനെ വരരുത്. അങ്ങനെ ഒരു സെൽഫ് ഇൻട്രസ്റ്റഡ്, ഒരു ഈഗോ സെൻട്രിക് ആയിട്ട് ആ ഒരു ഇത് കുട്ടിയുമായിട്ട് കണക്ട് ചെയ്ത് വരരുത്. ഈഗോയിസ്റ്റ് എന്നല്ല ശരിക്കും ഉദ്ദേശിക്കുന്ന ഒരു ഈഗോ സെൻട്രിക്, നമ്മളിലേക്ക് തന്നെ നമ്മളത് ഒരു സെൽഫ് ഇൻട്രസ്റ്റഡ് വരുന്നത്, അതാണ് ഈഗോ സെൻട്രിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു കുട്ടി ഒരു ബുക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ മേ ബി അവന് ക്യാരി ചെയ്യാൻ അവന്റെ കുഞ്ഞു കൈകൾക്ക് ചിലപ്പോൾ അത് ശരിയായ രീതിയിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുണ്ടാവില്ല. ഇപ്പൊ പലപ്പോഴും ചില ഡയലോഗ്സ് വരും പാരന്റ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സ്, നീ ഇതെന്താ കാണിക്കുന്നത്, മര്യാദയ്ക്ക് പിടിച്ചൂടെ, ടൈപ്പ് ഓഫ് ഒരു ഡയലോഗ് വരും. അപ്പൊ നമ്മൾ അത് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ബിക്കോസ് നമ്മുടെ കൈകൾ അത്രയും സ്ട്രോങ് ആണ്, വി കുഡ് ക്യാരി എവറിത്തിങ് ഈസിലി എന്നുള്ള രീതിയിൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് നമ്മൾ കുട്ടികളോട് പെരുമാറുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല വേണ്ടത്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ പറഞ്ഞ പോലെ തന്നെ എംപതി, അവരുടെ സ്ഥാനത്ത് നിന്ന്. ഞാനും ഒരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനും അങ്ങനെ തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്. ഒരു പക്ഷെ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്തും പോവാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി നമുക്ക് പെരുമാറാനായിട്ട് പറ്റണം. മനസ്സിലായില്ലേ? ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. അതിന് നമ്മൾ ഒത്തിരി പാകപ്പെടേണ്ടതായിട്ടുണ്ട്. മേ ബി ആ ഒരു ഫീൽ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആവാൻ ഞാൻ പഠിച്ചത്. സത്യം പറയാലോ, എനിക്ക് തോന്നി എനിക്ക് കുട്ടികളെ ക്ഷമ എന്നുള്ളതായിരുന്നില്ല, ഞാൻ എന്റെ ഭാഗത്തുനിന്ന് വല്ല പ്രശ്നം ഉണ്ടാവുമോ, കുഞ്ഞുങ്ങളെ അത് ബാധിക്കുമോ എന്നുള്ള ഒരു കോൺഷ്യസ് ഫീൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫീൽഡിൽ തുടരാതെ ഞാൻ മോണ്ടിസോറി ട്രെയിനർ ആയിട്ട് മറിയ മോണ്ടിസോറിയെ ഫോളോ ചെയ്ത് ഇത് സ്പ്രെഡ് ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തത്. കാരണം എനിക്ക് നല്ല ഓഫർ വന്നിട്ടുണ്ടായിരുന്നു മോണ്ടിസോറി സ്കൂളുകളിൽ പലതിൽ നിന്നും. ഞാനത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി, ആ ഒരു കോൺഷ്യസ് ആയിരുന്നു. ഈവൻ ദോ അവിടെ വർക്ക് ചെയ്തപ്പോഴും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നി എനിക്ക് എവിടെയെങ്കിലും പ്രശ്നം പറ്റിയിട്ടല്ല പറ്റുമോ എന്നുള്ള ഒരു കോൺഷ്യസ് ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ജോബ് കണ്ടിന്യൂ ചെയ്യാതിരുന്നത്. കാരണം കുഞ്ഞുങ്ങളാണ്, ഡെലിക്കേറ്റ് ആണ്, അവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഞാൻ അത്രത്തോളം പ്യൂരിഫൈഡ് ആകണം. അത് എന്റെ തലയിൽ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റിയില്ലെങ്കിലോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് വിട്ടത്. സാറിന്റെ ഫാമിലി ആയിട്ട് ജോയിൻ ആവാനായിട്ട് സിംഗപ്പൂര് പോകുന്നവർക്ക് സാർ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു സ്കൂൾ നോക്കി നടത്താനായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അതുകൊണ്ട് ഞാൻ സാർ അത്രയും റെസ്പോൺസിബിലിറ്റി എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഐ എം കോൺഫിഡന്റ് ഇൻ ഡൂയിങ് ദിസ് ജോബ്. കാരണം എനിക്ക് കുറെ പേർക്ക് ഇത് പകർന്നു കൊടുക്കാം. കാരണം എന്നെക്കാളും
നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ടല്ലോ എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മുടെ 18th ബാച്ച് ആയിട്ടോ, നിങ്ങളിപ്പോ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ 18ാമത്തെ ബാച്ച് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുക. സോ എനിവേ, ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരും കോൺഷ്യസ് ആയിട്ട് അയ്യോ എന്നെ കൊണ്ട് ദാറ്റ്സ് എന്റെ ഫീൽ ആയിരുന്നു. സോ പ്ലീസ് ഡോണ്ട് ഫോളോ ദാറ്റ്. ഓക്കെ, യു പീപ്പിൾ ഓൾ ഹാവ് ദാറ്റ് capabilities. ഓക്കെ, സോ നെക്സ്റ്റ്. അപ്പൊ അതാണ് അഡൾട്ട് ആണെങ്കിലും നമ്മളൊരു അഡൾട്ട് ചെയ്യുന്ന പോലെ അയ്യോ അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ ഫൈൻ. അഡൾട്ട് ചെയ്യുന്ന പോലെ ഒരിക്കലും കുട്ടിയോട് പെരുമാറരുത്. നമ്മൾ അത്രയും ചേഞ്ച് ആവാനുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ. ഓ, അർച്ചനയുടെ സിസ്റ്റർ ഉണ്ടോ? നമ്മുടെ ഇടയിൽ ആരും വലിയവരും ചെറിയവരും ആ സ്കിൽ എന്തുവാന്ന് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്യുക എന്ന് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞൂടെ മാം? അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആവശ്യമില്ല. അവനവന് ദൈവം കൊടുത്ത സ്കിൽ എന്താന്ന് അവനവൻ അത് ഒബ്സർവ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഓക്കെ, സോ അതാണ് ഒരു സ്ട്രോങ് ബിലീഫ്. അപ്പോ നമുക്കൊരു സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ലവ്, സാക്രിഫൈസ്, കൺവിക്ഷൻ, ദാറ്റ് ഈസ് സ്ട്രോങ് ബിലീഫ്. കുട്ടിയുടെ പേഴ്സണാലിറ്റി നമുക്ക് റെസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റണം, ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി. പിന്നെ പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേക്കും പലപ്പോഴും അവർക്ക് ആ ഒരു കംഫർട്ടബിൾ ഫീല് വരില്ല. അതേസമയം നമ്മൾ അവരെ മനസ്സിലാക്കി ആ ഒരു രീതിയിൽ ആകുമ്പോൾ, അവരോടൊരു വാംത്ത്, ലവ് ആ ഒരു രീതിയിലൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഫീല് എന്തായാലും ഉണ്ടായിരിക്കും. ആ ഒരു ശരിക്കൊരു സാക്രിഫൈസ് മനോഭാവം നമുക്ക് ഉണ്ടാവും. കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ് കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു പ്യുവർ സോൾസ് നമ്മുടെ മുന്നിൽ വരുന്നവരെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മളും അതിനനുസരിച്ച് മാറേണ്ടതായിട്ട് വരും. ഓക്കെ, സോ മറിയ മോണ്ടിസോറി പറയുന്നത് നമ്മൾ ഡോമിനേറ്റ് ചെയ്യരുത്. ഒരിക്കലും അഡൽട്സ് ഡോമിനേറ്റ് ചെയ്തായിരിക്കരുത് കുട്ടികളോട് പെരുമാറേണ്ടത് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. എപ്പോഴും ഒരു നമ്മൾ പാസീവ് ആയിരിക്കണം, കുട്ടി ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയാം. അതായത് ഞാനിത് ചെയ്ത് കാണിക്കാം എന്നുള്ള രീതിയിൽ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് ചെല്ലരുത്. നമ്മൾക്കൊരു പാസീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മളെപ്പോഴും കാണിക്കേണ്ടത്. കുട്ടിയായിരിക്കണം ആക്റ്റീവ്. അത് ഈവൻ ദോ വീട്ടിലാണെങ്കിലും അഡൽട്സ് എപ്പോഴും ഒരു പാസീവായിട്ട് നിൽക്കണം. കുട്ടിയാണ് അവിടെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിട്ട് വരുന്നത്. ആക്റ്റീവ് ആയിരിക്കേണ്ടത് കുഞ്ഞായിരിക്കണം. അല്ലെങ്കിൽ അവരിങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുകയുള്ളൂ. അവരുടേതായ ക്രിയേറ്റിവിറ്റി, അവരുടെ ഡെവലപ്മെന്റ് ഒന്നും നടക്കില്ല. പിന്നെ കുട്ടികളെ നമ്മൾ വളരെ ഹ്യൂമിലിറ്റി, ഹംബിൾ ആയിട്ട് അവരെ കാണണം. പിന്നെ സോ ആ ഒരു ഹ്യൂമിലിറ്റി അവരോട് നമ്മൾ കാണിക്കണം. ആ രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യണം. ഹംബിളായിട്ടും ലവിങ് ആയിട്ടും അവരെ അപ്രോച്ച് ചെയ്യണം. പിന്നെ അഡൽട്സ് എപ്പോഴും ഒരു സെക്കൻഡ് പ്ലേസ് ആയിരിക്കണം എടുക്കേണ്ടത്. നമ്മൾ ഡോമിനന്റ് അല്ല, കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ പാസീവ് ആയിരിക്കണം, ആക്റ്റീവ് കുട്ടിയായിരിക്കും. നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് പ്ലേസ്. എഫേർട്സ് മുഴുവനും കുട്ടിയെ മനസ്സിലാക്കുക, ഒബ്സർവ് ചെയ്യുക, ഇതെല്ലാം ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. അത് പലപ്പോഴും ആ സപ്പോർട്ടും ഹെൽപ്പും കൂടുതൽ ഹയർ ഡിഗ്രിയിലേക്ക് പോകരുത്. കാരണം ആ ഒരു ആക്ടിവിറ്റി കുട്ടി ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പഠിച്ചു. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മളുടെ ഹെൽപ്പും സപ്പോർട്ടും കൂടുതലായിരിക്കും. അവര് അതിലൂടെ കടന്നുപോയി അവർ നോർമലൈസ്ഡ് ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ പാസീവാണ്. ഡീവിയേറ്റഡ് കുട്ടികൾക്ക് സാധാരണ ഒരു ഡിറ്റേഷൻ ടീച്ചർ ചെയ്യുന്ന പോലെ നമുക്ക് പല ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കാരണം അവരെ നോർമലൈസ്ഡ് ആക്കണമെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡും കൂടെ വേണം എന്ന് മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. അപ്പൊ കുട്ടിയുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അവനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ കുട്ടിയുടെ പേഴ്സണാലിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടി വീക്കർ ആണെങ്കിൽ അഡൽട്ട്
അഡൾട്ട് അവനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡീവിയേറ്റഡ് കുട്ടികൾ, അവർ വീക്ക് എന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. അവർ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും അവരെ നോർമലൈസ്ഡ് ആക്കണം. അപ്പൊ അവരെ സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു റോളാണ് നമ്മളിൽ വരുന്നത്. കുട്ടി ലീഡ് ചെയ്യട്ടെ, കുട്ടി പ്രൗഡ് ഫീൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കുട്ടിയെ പല കാര്യങ്ങൾക്കും ലീഡ് ചെയ്യിക്കാനായിട്ട്, അപ്പൊ അതിലേക്ക് ആക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ ചില ട്രഡീഷണൽ മെത്തേഡ്സ് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നോർമലൈസേഷൻ ഡീവിയേഷനിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവരെ കൂടുതൽ ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ അവർ നോർമലൈസ്ഡ് ആയി പിന്നെ അവർ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അതുവരെ നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് എല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ പവർ നമ്മൾ കൂടുതൽ തന്നെ വേണം. നമ്മളുടെ ആ ഒരു എബിലിറ്റി അതാണ് നമ്മൾ സ്ട്രോങ് ആക്കേണ്ടത്. അത് ഒബ്സർവ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനായിട്ട് തോന്നണം ഒബ്സർവേഷൻ. കുട്ടി ഡിസ്റ്റർബ്ഡ് ആവരുത് നമ്മുടെ ഒബ്സർവേഷനിൽ. കാരണം നമ്മളിപ്പോ ഒരാള് നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പൊ അങ്ങനെ ഒരു ഫീല് വരാത്ത രീതിയിൽ വേണം നമ്മൾ ഒരു നാച്ചുറൽ ആയിട്ടും എന്ന് വേണം ഈ ഒബ്സർവേഷൻ നടത്താൻ. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പല രീതിയിലുള്ള ഒബ്സർവേഷൻ പറയുന്നുണ്ട്. അതിൽ നമ്മൾ മോണ്ടിസോറി മെത്തേഡിലുള്ള ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒബ്സർവേഷൻ പാടില്ല. നമ്മൾ പാസീവാണ്, നമ്മൾ ഒട്ടും ആക്റ്റീവ് അല്ല. ഇതെന്നെ പറഞ്ഞ ഈ ഒരു പാസിവിറ്റി നമ്മൾ കാണിക്കുമ്പോൾ ഈ ഒരു കോൺഷ്യസ് ഫീല് കുട്ടികൾക്ക് തോന്നരുത്, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു ഫീല് തോന്നരുത്. അപ്പോൾ ടീച്ചർക്ക് നമുക്ക് മനസ്സിലാകണം എങ്ങനെയാണ് ഈ ഒബ്സർവേഷൻ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. നമ്മളുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം ആസ് ആൻ ഒബ്സർവർ. ശരിക്കും മോണ്ടിസോറി പ്യുവർ മോണ്ടിസോറി സ്കൂളിലൊക്കെ ആകുമ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, വെറുതെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഭയങ്കര ബോധവാന്മാരായിരിക്കണം. ഇതാണ് ഞാൻ ശരിക്കും ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ചില ദിവസങ്ങളിൽ അങ്ങനെയായിരിക്കും, കുട്ടികളായിരിക്കും ഫുൾ അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടൊന്നും വരില്ല. ആകെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അതൊരു ചില സമയങ്ങളിൽ അതൊരു ബോറിംഗ് ആയിട്ട് തോന്നും. ചിലപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ കിട്ടും. അപ്പോൾ പല ദിവസത്തെയും ഒബ്സർവേഷൻ ചിലപ്പോൾ പല രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും കോൺഷ്യസും ആൻഷ്യസും ഒക്കെ ആകും. ഇത് ശരിയാവുന്നുണ്ടോ, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കറക്റ്റ് മെത്തേഡിൽ തന്നെയാണോ എന്നൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ പേജാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു 1 വീക്ക് ആ ഒരു കുട്ടിയുടെ ഫുൾ ഒബ്സർവേഷൻ നമ്മൾ സ്റ്റഡി ചെയ്ത് മുഴുവൻ നോക്കിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കറക്റ്റ് വരും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന ഈ ഒബ്സർവേഷൻ കൊണ്ട് നമ്മൾ ശരിക്കും അതിൽ വരുന്ന റിസൾട്ടും കുട്ടികളിൽ പിന്നെ എന്ത് ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ശരിക്കും സാറ് ചെയ്ത മെത്തേഡ് അതായിരുന്നു. സാറ് നമ്മൾ ഫസ്റ്റ് 2-3 ഡേയ്സ് നമുക്ക് ഒന്നും ചെയ്യാനില്ല, നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് കഴിയുമ്പോൾ സാറ് നമ്മളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റി ആയിട്ട് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യവും അവരുമായിട്ട് ആക്ഷൻസും ഡാൻസും അങ്ങനെയുള്ളതും പിന്നെ ഔട്ട്സൈഡിലേക്ക് പോകുന്നതും ഗാർഡനിലേക്ക് പോകുന്നതും അതുപോലെ മണ്ണിൽ കളിപ്പിക്കുന്നതും വെള്ളത്തിൽ കളിപ്പിക്കുന്നതൊക്കെ അങ്ങനെ പിന്നെ ഓരോ ദിവസങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈഡ് ആയിരിക്കണം. എങ്ങനെ അത് പ്യൂരിഫൈ ആക്കണം എന്നുള്ളത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം എന്നത് മറിയാം മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹ്യൂമിലിറ്റി അത് വരുന്നത് അങ്ങനെ എങ്ങനെ നമ്മൾ എന്നിട്ട് കുട്ടികളെ സെർവ് ചെയ്യണം ആ ഒരു കാര്യത്തിൽ. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില കുട്ടികൾ വരാനെ ഭയങ്കര വയലന്റ്, അങ്ങനെ ഒരു വൈൽഡ് ആക്ഷൻസ്. എല്ലാ കുട്ടികളും നോർമലൈസ്ഡ് ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇന്നിപ്പോൾ നല്ല നോർമലൈസ്ഡ് ആയിട്ട് കാണുന്ന ഒരു കുട്ടി ചിലപ്പോൾ നാളെ ചിലപ്പോൾ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണമെന്നില്ല. ഞാൻ പോയിടത്ത് 2.5 വയസ്സുള്ളൊരു മോനുണ്ടായിരുന്നു. കുറേ പാരൻസിന്റെ റിക്വസ്റ്റ് കാരണം സാധാരണ സാർ 2.5 വയസ്സുള്ള കുട്ടികളെ അവിടെ എടുക്കാറില്ല. 3 ഇയേഴ്സ് സാറിന്റെ ഒരു റിക്വസ്റ്റ് കാരണം കുട്ടിയെ കൊണ്ടുവന്നത്. ചില ദിവസം മോൻ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും കേട്ടോ, ചില ദിവസം മേ ബി എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അസ്വസ്ഥത കൊണ്ടായിരിക്കും കുട്ടികൾ അങ്ങനെ പെരുമാറുന്നത്. ചില ദിവസം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും, ഇങ്ങനെ കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയും, അങ്ങനെ ചെയ്യുമായിരുന്നു. 2.5 വയസ്സേ ഉള്ളൂ.
അങ്ങനെ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ ദേഷ്യം വരരുത്, കുട്ടിയെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ചിലപ്പോൾ നമ്മളോട് ദേഷ്യത്തോടെ അത് പെരുമാറും, വേറൊരാളോട് അത് ഭയങ്കര സൈലന്റ് ആയിട്ട് പെരുമാറും. അപ്പോഴും നമുക്ക് ഫീൽ ചെയ്യരുത് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, മറ്റ് ആളോട് അങ്ങനെയല്ലല്ലോ ചെയ്തത്, ആ ഒരു ഫീല് പോലും നമുക്ക് വരരുത്. അതാണ് നമ്മളുടെ ഹാർട്ട് പലപ്പോഴും പ്യൂരിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. കുട്ടി ഭയങ്കര വയലന്റ് ആവുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു ഫെസിലിറ്റേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരെ ആദ്യം കുറെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ ബോൾ ഉരുട്ടി കളിക്കും. അപ്പൊ അവൻ അങ്ങ് സബ്മിസീവായി കുറച്ചു നേരം കഴിഞ്ഞപ്പോ. പക്ഷെ ആ കുട്ടി നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് അതിനെ ഇട്ടിട്ട് പോയില്ല. അതിന്റെ വാശിയും ഇതൊക്കെ അങ്ങനെ സഹിച്ചിരുന്ന് അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ബോൾ എടുത്ത് പതുക്കെ ഉരുട്ടി അവന്റെ അടുത്തേക്ക് ഇട്ടു. ആദ്യം വലിച്ചെറിഞ്ഞു, പിന്നെ രണ്ടാമത് ഇട്ടു, പിന്നെയും വലിച്ചെറിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനും വീണ്ടും തിരിച്ച് ഉരുട്ടി വിടാനായിട്ട് തുടങ്ങി. അപ്പൊ അതാണ് നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈഡ് ആകേണ്ടതിന്റെ ഒരു ആവശ്യം. നമുക്ക് ഇട്ടിട്ട് അങ്ങനെ പോകാനായിട്ട് പോകരുത്. നമ്മൾ അവരെ സെർവ് ചെയ്യാനുള്ളവരാണെന്നുള്ളൊരു ഫീല് വേണം. പലപ്പോഴും ഹിസ് കയോട്ടിക് ആക്ഷൻസ്, ആ ഒരു വൈൽഡ് ആക്ഷൻസ്, ഞാനിപ്പോ പറഞ്ഞ ആ മോന്റെ ആ ഒരു അതൊരു എക്സാമ്പിൾ തന്നെയാണ്. പിന്നെ ബിഹേവിയർ പലപ്പോഴും പല സമയത്തും ചേഞ്ചസ് ഉണ്ടാകാം. ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും ചില കുട്ടികൾ. ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സെയിം കുട്ടി തന്നെ ഫ്രസ്ട്രേറ്റഡ് ആകാം. അപ്പം അത് നമ്മൾ നോട്ട് ചെയ്യണം. എന്ത് ചെയ്തപ്പോഴാണ് അത് അങ്ങനെ നോട്ട് ചെയ്യണം. ചിലപ്പോൾ വീട്ടിൽ നിന്നും എന്തെങ്കിലും വാശിയിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ആ ഒരു കോണ്ടാക്ട്, ആ ഒരു സ്വഭാവം, കുട്ടികളിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഒബീഡിയൻസ്, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ബോൾ ഇങ്ങനെ പരസ്പരം കളിച്ചു. അതിന് കുറെ മുമ്പ് വരെയും ഭയങ്കര വാശി ദേഷ്യം കാണിച്ച ആള് ആ ഒരു ഒബീഡിയൻസ് ലെവലിലേക്ക് വന്നത്. എപ്പോഴാണ് ആ കുട്ടി ആ ഒബീഡിയൻസ് ആയത്, എപ്പോഴാണ് എന്ത് ആക്ഷൻ ചെയ്തപ്പോഴാണ് ഒബീഡിയന്റ് ആയത്, ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതെന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടാണോ അങ്ങനെയുള്ള രീതി. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് റെഗുലർ ആയിട്ടാണോ, പിന്നെ ഇങ്ങനെ ഇപ്പം 2.5 വയസ്സുള്ള കുട്ടിയുടെ നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ പലപ്പോഴും. അപ്പൊ ഈ കുട്ടികളിൽ ഇതിങ്ങനെ റെഗുലർ ആയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ സന്തോഷത്തോടു കൂടിയാണോ ഒബീഡിയൻസ് എന്നുള്ളത്. ഇപ്പൊ നമ്മള് കണ്ണുരുട്ടോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ട് നിർബന്ധപൂർവ്വം ഒബീഡിയന്റ് ആയതാണോ, ഹാപ്പി ആയിട്ട് ഒബീഡിയന്റ് ആയതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഒബീഡിയൻസ്, ആ ബോൾ ഉരുട്ടുന്നത് കുറേ അരമണിക്കൂറോളം അവരിരുന്ന് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. അങ്ങനെ നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തപ്പോഴാണോ കുട്ടി കൂടുതൽ ജോയിയസ് ആയത്, അല്ലെങ്കിൽ ഒബീഡിയന്റ് ആയത്, അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയപ്പോഴാണോ അങ്ങനെ. അപ്പൊ അത്രയും നേരം ദേഷ്യപ്പെട്ടിരുന്ന ആളുടെ സ്വഭാവം പെട്ടെന്ന് മാറി ആ ഒരു ആക്ടിവിറ്റി വന്നപ്പോഴേക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികളെ നമ്മൾ കുറച്ചു നേരം ശ്രദ്ധിക്കാതിരിക്കുമ്പോഴേക്കും അവർ പതുക്കെ സബ്മിസീവ് ആകാറുണ്ട്. വീട്ടിലെ കുട്ടികളെ വാശി പിടിക്കുമ്പോൾ പറയാറില്ലേ പാരന്റ്സ്, കുറച്ചു നേരം നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി, തന്നെത്താനെ ശരിയായിക്കോളും എന്ന് പറയാറില്ലേ. അപ്പൊ അങ്ങനെ ആ സ്വഭാവത്തിലെ ചേഞ്ചസ് അതൊക്കെയാണ്. അപ്പൊ നമ്മള് ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരെ ഒബ്സർവ് ചെയ്ത് എങ്ങനെയാണ് അവരെ സെർവ് ചെയ്യേണ്ടത്, അതിന്റെ കുറച്ച് നോട്ട്സ് ആണ്. പലപ്പോഴും ഈ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾക്ക് ചെയ്യേണ്ടി വരില്ല. ചിലപ്പോൾ കുട്ടികൾക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതൊക്കെ നമ്മളുടെ ഉള്ളിൽ വരുന്നതാണ്. നമ്മളുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ രാത്രി എടുക്കാം, കാരണം എനിക്ക് അടുത്ത സെഷൻ ക്ലാസ് ഉണ്ട്. നെക്സ്റ്റ് റോൾസ് ഓഫ് മോണ്ടിസോറി ടീച്ചറാണ്. അപ്പൊ ഇതും 10th യൂണിറ്റും ആണ് നൈറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1.5 അവർ കൊണ്ട് നമുക്ക് തീരുമായിരിക്കും. സോ ഞാൻ ഈ ഒരു യെസ്, നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയില്ലായിരുന്നു? ഞാൻ മെസ്സേജ് കണ്ടില്ലായിരുന്നേ. 7:30 ഓൺവേർഡ്സ് ആണ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. സെൽഫ് കൺസ്ട്രക്ഷന്റെ ഇത് വന്നിട്ടില്ല, മോക്ക് ടെസ്റ്റ് വിട്ടിട്ടില്ല. മോക്ക് ടെസ്റ്റ് ഏതാ എനിക്ക് കിട്ടാനുള്ളത്? സെൽഫ് കൺസ്ട്രക്ഷൻ വന്നിട്ടില്ല. സെൽഫ് കൺസ്ട്രക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് പൂജയ്ക്ക് മുമ്പ് തന്നെ കൊടുത്തതായിരുന്നു. ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് റിമൈൻഡർ കൊടുത്തേക്കാം കേട്ടോ. തന്നെയാ. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പൊ നൈറ്റ് കാണാം 7:30. ഓക്കെ.
മിസ്സേ താങ്ക് യു മാം. ഒരു 1-2 ആക്ടിവിറ്റീസ് ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു. ഞാൻ പെൻഡിങ് ആയിരുന്നു, ഒന്ന് കാണിച്ചോട്ടെ? നൈറ്റ് കാണിച്ചാൽ മതിയോ? ക്ലാസ് ഉണ്ട്, ഇപ്പൊ 12:30 ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടില്ല അല്ലേ? പിന്നെ സ്ട്രിങ്സ്. ഓക്കെ, ഫൈൻ ഫൈൻ. അർച്ചനയുടെ വൈവ കഴിഞ്ഞോ? ഇല്ല ഞാൻ. ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഒന്നുമില്ലെങ്കിൽ നൈറ്റിൽ കാണിക്കും, അല്ലെങ്കിൽ വൈവ ടൈമിൽ കാണിച്ചാലും മതി. ഓക്കെ, ഞാൻ നാളെ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ നാളെ വരണം എന്നുണ്ട്. ശരി അങ്ങനെ ശരി ശരി. വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, നാളെ 2 പ്രാവശ്യം ഞാനും ഓക്കെ വരാൻ പ്ലീസ്. നിന്നപ്പോഴും സ്കൂളിലെ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വരാൻ പറ്റിയില്ല. അപ്പോ അതുകൊണ്ട് സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു 4-ാം തീയതി 10 ബാച്ചിന് പ്രാക്ടിക്കൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തില് വൈവ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ 8 പേരോ എത്ര പേരില്ലേ? 8-9 പേരോ? എനിക്ക് തസ്നി അങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. എനിക്ക് നാളെ 8-9 പേരുണ്ട് മാം. ഓക്കെ. നാളെ ഞാൻ വിചാരിച്ചു ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ പോകേണ്ടി വരുന്ന വിചാരിച്ചു. പക്ഷെ ഞാൻ ഉണ്ടാകും. ഞാൻ പോകുന്നില്ല എന്നല്ല, എനിക്ക് അവിടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതാണ്, എന്റെ സെഷൻ ഇല്ല. സോ ഐ വിൽ ബി ദർ. പക്ഷെ 1 hour ഞാൻ പുതിയ ബാച്ചിന്റെ ഓറിയന്റേഷൻ സെഷൻ എടുക്കാനായിട്ട് പോകും. 11:30 to 12:30 വരെ. ബാക്കി 10 o'clock തുടങ്ങി അവിടെ ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ ഒരു 1 hour പോയിട്ട് നമ്മൾ തിരിച്ചു വരും. പോയിട്ട് മീൻസ് അവിടെ തന്നെ ഉണ്ടാവും, ക്ലാസ് കഴിഞ്ഞിട്ട് വരും. മറ്റു ടീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, എനിവേ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് വൈവ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എത്ര കറക്റ്റ് തുടങ്ങുക അവിടെ പ്രാക്ടിക്കല്? നമ്മൾ സാധാരണ ഒരു 10:30 ഒക്കെ ആകുമ്പോഴേ തുടങ്ങുന്നത്. കാരണം പലരും ട്രെയിൻ ഒക്കെ പിടിച്ചൊക്കെ വരുമ്പോ ആ ഒരു ടൈമൊക്കെ നോക്കി എല്ലാരും ആയിന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് തുടങ്ങും. ആരെങ്കിലും ഓൺ ദ വേ 1-2 പേരൊക്കെ ആണെങ്കിൽ പിന്നെ അവര് വരുമ്പോ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടോട് കൂടി ഒത്തിരി ലേറ്റ് ആവുന്ന തുടങ്ങുന്നത്. 10:30 എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞാൻ കാലിക്കറ്റ് നിന്നാണ് വരുന്നത്. അപ്പോ എത്ര കറക്റ്റ് സമയം അറിഞ്ഞാലാണ് ഇവിടുന്ന് ഇറങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത്. ട്രെയിൻ ബുക്ക് ചെയ്തല്ല വരുന്നേ? അല്ല, കാറിനാ വരുന്നത്. ഓ ശരി ശരി. എന്തായാലും 10:30 അപ്പുറത്തേക്ക് പോകില്ല, അതിനുള്ളിൽ തന്നെ തുടങ്ങും. 10 to 10:30 ഇൻ ബിറ്റ്വീൻ തുടങ്ങും. എപ്പോ കഴിയും മാം? ഡിപ്പെൻഡ്സ് ഓൺ യു, നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്. ഓക്കെ. പ്രാക്ടിക്കൽ സെഷൻ ചില 55 പേരൊക്കെ വന്ന സമയത്ത് പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. പക്ഷെ 30 പേര് വന്നപ്പോ പതുക്കി. അതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. സോ ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് യുവർ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നമ്മുടെ വൈവ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ വൈവ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സോ താങ്ക് യു മാം. ഓക്കെ, വേറെ ക്ലാസ്. ഓക്കെ, ഞാൻ ലീവ് ആവാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. ടീച്ചർ ഇപ്പൊ വരാം. താഴത്തെ ടീച്ചറിനെ വിളിച്ചേക്ക് ഇപ്പൊ വരാം കേട്ടോ. വേഗം വിളിക്കാം. അല്ല ഞാൻ ചോദിച്ചാൽ നമുക്ക് അറിയില്ലോ. ഡോക്ടർ നോക്കിട്ട് വരട്ടെ. വേഗം വിളിക്കുക, വേഗം വിളിക്കുക. അതെ, അറിയാതെ കഴിക്കാം. അല്ലെങ്കിൽ ടീച്ചർക്ക് പോകും. അലക്സ വേഗം കഴിക്കുക. അലക്സ, ഇത് അഭിരാമിയൊക്കെ നല്ല മിടുക്കിയായിട്ട് കഴിക്കണുണ്ടോ? വേഗം കഴിക്കുക. ആദം കുഞ്ഞും മിടുക്കനാണ്. എന്തോ വാരി കഴിച്ചാൽ മതി, വാരി കഴിച്ചാൽ മതി. കഴിച്ചു